റിനി ആൻഡ് ജോർജുമായി ബന്ധപ്പെട്ടിട്ട് തർക്കം നടക്കുകയാണ്. അവര് സത്യപ്രതിജ്ഞ വേദിയിൽ ഫ്രണ്ടിൽ നിന്ന് തന്നെ അവർക്കത് കാണാൻ പറ്റി. സാധാരണ പ്രവർത്തകർക്ക് ഇതിനുള്ള അവസരം ഉണ്ടായില്ല. അതിൽ വിഷമിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. അതായത് കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ കഠിന പ്രയത്നം നടത്തിയ പല ആളുകൾക്കും പാസ് കിട്ടിയില്ല. പക്ഷെ റിനീന് കിട്ടി. ഇതെങ്ങനെ കിട്ടി? ഇതിന് പിന്നിലുള്ള രഹസ്യം എന്താണ്? രഹസ്യമൊന്നുമില്ല. ഇതിലെന്താ രഹസ്യമുള്ളത്? റിനി ആൻ ജോർജിന്റെ ഫാദർ പണ്ട് UC കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം ആ കുടുംബവുമായിട്ട് തന്നെ വലിയ സൗഹൃദം VD സതീശനുണ്ട്. സ്വന്തം അച്ഛനെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ ഉള്ളത് റിനി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒരാൾക്ക് പാസ് കിട്ടില്ലേ? മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു പാസ് കിട്ടില്ലേ? അതിലിപ്പോ എന്താ ഇത്ര അത്ഭുതമുള്ളത്? ഇതിൽ കോൺഗ്രസ്സുകാർക്കൊന്നും ഒരു വിഷമവുമില്ല. അവിടെ ഏതാണ്ട് 50,000-ലധികം ആളുകൾ വന്നിരുന്നു. അവരെ വിഷമിക്കുകയോ കരയുകയോ കുറച്ചുപേരൊക്കെ തൂക്കി. അല്ല, കുറച്ച് പേര് പോവും. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കുറച്ച് യൂത്ത് കോൺഗ്രസിന്റെ മറ്റേ ഡിഗ്രി ബാലന്മാരുണ്ട്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ആളുകളുണ്ട്. അവരാണ് ആ കൂവിയത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോ നേരത്തെ മുതലേ പ്ലാൻഡ് ആയിട്ട് കൃത്യമായിട്ട് വലിയൊരു ആവേശം ഉണ്ടാക്കുന്നു എന്നുള്ളതിലേക്കുള്ള പ്രകടനങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ സ്വാഭാവികമായിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ സെറ്റ് ചെയ്യാനൊന്നും റിനിയെ കൊണ്ട് പറ്റില്ലല്ലോ. റിനി ഒരു സാധാരണ ആളാണ്. റിനിക്ക് സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പോഷക സെക്രട്ടറിയിലൊന്നും ആളില്ല. അപ്പൊ അതുകൊണ്ട് മാത്രമുള്ള ഒരു കരച്ചിലാണ്. അല്ലാതെ റിനി അവിടെ വന്നതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ്? റിനി മറ്റേ ഇന്നലെ വേറൊരു വീഡിയോ കൂടി ഞാൻ കണ്ടു. റിനി മറ്റേ ഷാജന്റെ വീഡിയോയിലാണ് ഞാൻ കണ്ടത്. സൂക്ഷിക്കണം, VD സെഷൻ ഉറപ്പായിട്ട് ഈ വീഡിയോ കേൾക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ എന്താ വെച്ചാൽ റിനി ഇടതുപക്ഷ പ്രവർത്തകരോടൊപ്പം നിന്നിട്ട് എന്ത് ചെയ്യുന്നതാണ്, ഒരു വീഡിയോ എടുക്കുന്നതാണ്. ആ ഇടതുപക്ഷ പ്രവർത്തകരുടെ ഒരു ജാഥയിൽ റിനി സൈഡിൽ നിൽക്കുന്നു. ഇനി ജാഥയിൽ ഉണ്ടായിരുന്നാണോ അതോ നമ്മളൊരു കൗതുകം കൊണ്ട് ഇന്ന് വീഡിയോ എടുത്താണോ നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ സതീശനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആളാണെങ്കിൽ പോലും ഇപ്പൊ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആളല്ലേ. MV ഗോവിന്ദൻ മാസ്റ്റർ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ഒരാളല്ലേ. ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വലിയ തോതിൽ UDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും അവിടെ VD സതീശന്റെ ഭൂരിപക്ഷം കുറയല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ അവരവിടെ പരിശ്രമം നടത്തിയിട്ടുള്ള ആളുകളാണ് എന്നും പറഞ്ഞ് അവരെ കൂടി വിളിച്ചിരുന്നു. പിന്നെ ഇതിലൊന്നും ആർക്കാ വിഷമമെന്ന് വെച്ചാൽ തുറന്നിപ്പോ പറയണമെന്ന് തോന്നരുത്. കൊടുക്കാൻ പറ്റാതെ അറിയില്ല നിങ്ങൾക്ക്. കാരണം ഷാജനെ പറഞ്ഞതാണ് ഷാജനൊക്കെ ഒരു ചെറിയ വിഷമം. അതെന്താ വെച്ചാൽ ഷാജൻ പറയുന്നത് ഈ പിണറായി ഭരണം പോണമെന്ന് വിചാരിച്ച് അഹോരാത്രം പണിയെടുത്തത് കഴിഞ്ഞ 10 കൊല്ലങ്ങളിൽ പ്രധാന ഷാജനാണ്. അപ്പൊ ഷാജൻ ഒരു മറ്റേ പാസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ലല്ലോ. പക്ഷെ ഏറ്റവും ഒടുവിൽ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസുകളൊന്നും കിട്ടിയില്ല. 4 മന്ത്രിമാർ വിളിച്ച് നന്ദി അറിയിച്ചിരുന്നു. അത് മറന്നുകൊണ്ടല്ല ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഷാജൻ വളരെ ഗദ്ഗതകണ്ഠനായിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് ഷാജൻ പറയുന്നത് ഏറ്റവും ഒടുവിൽ കാത്ത് ഷാജൻ ആ ഗേറ്റിലൊക്കെ വന്ന് താഴേക്ക് വന്ന് വെയിറ്റ് ചെയ്തിരുന്നു ഇവര് പാസും കൊണ്ട് വരുമെന്നറിയാൻ. ലാസ്റ്റ് പാസും കൊണ്ട് ആരും വന്നില്ല. ഗതി കേട്ടിട്ട് ഷാജൻ VD സതീശന്റെ ഓഫീസിലേക്ക് വിളിച്ചപ്പോഴേക്കും ഒരു പാസ് കൊടുത്തു. അത് തന്നെ ഷാജനെ കളിയാക്കുന്നതിന് തുല്യമാണ്. അത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് കൊടുത്തിട്ടുള്ള സാദാ പാസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഒരു എനിക്ക് തോന്നുന്ന സദസ്സിലോ വേദിയിലൊക്കെ തന്നെ കയറ്റിയിരുത്തി ഷാജന എന്ത് ചെയ്യാൻ കാണാം. അപ്പൊ ഷാജൻ അതുവഴി വരുന്നു. അപ്പൊ ആളുകളൊക്കെ അറുത്ത് വിളിക്കുന്നു എന്നുള്ളത് ഷാജൻ സ്വപ്നം കണ്ടുണ്ടാവും. അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ? ഏതാ? പിണറായിക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരാളാണ് ഷാജൻ സക്രി. പിണറായി നന്ദകുമാർ എന്നൊക്കെ നമുക്കറിയാം. ഷാജൻ സക്രിയക്ക് ഇപ്പം പാസ് കിട്ടിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ അതില് അദ്ദേഹത്തിന് ഈ ഒരു വിഷമം ഉണ്ടാവും. അല്ല, അതിൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവും. അത് അദ്ദേഹം വിഷമിച്ച് തന്നെ തീർക്കേണ്ടി വരും. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇപ്പൊ ക്രൈം നന്ദകുമാറിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ജനത്തിന് മനസ്സിലാക്കാം ഇത്രയുള്ള വിഷയം എന്നുള്ളത് മനസ്സിലാക്കാം. ഞാനിപ്പോ നന്ദകുമാറിന് സുഹൃത്തായതുകൊണ്ട് ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടല്ലേ ഇത് പറയുന്നത്. ഞാൻ സത്യമായിട്ട് പറയുകയാണ്. ഇപ്പൊ നന്ദകുമാറിന് അത് കൊടുത്തു പറഞ്ഞാൽ നന്ദകുമാർ കൃത്യമായ ഒരു കോൺഗ്രസ് പക്ഷത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് നമുക്ക് കാണാം. കോൺഗ്രസ് എങ്ങനെയാണ് അങ്ങനെ കാണുന്നത് ഷാജനെ? ഷാജൻ പിണറായി വിരുദ്ധനാണ് എന്നുള്ളത് ശരി. അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വീഡിയോകൾ ചെയ്തിട്ടത് ശരി. പക്ഷെ ഷാജൻ ഇവിടെ നിരന്തരമായി വീഡിയോകൾ ചെയ്യുന്നത് ആരെ വളർത്താൻ വേണ്ടിയിട്ടാണ്? BJPക്ക് സീറ്റുകൾ കൂടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് ഷാജൻ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സംഘപരിവാർ വളരണം എന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കണം എന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ ഈ പറയുന്ന പോലെ ഓടണ പാകിസ്ഥാനിലേക്ക് എന്നൊക്കെ പറഞ്ഞ് നിരവധി വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കോൺഗ്രസിന് കാര്യം ശരിയാണ്. ഇപ്പൊ താൽക്കാലികമായി ഷാജന്റെ പ്രവർത്തനം കൊണ്ട് അവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞ് കോൺഗ്രസ് സദസ്സിലേക്ക് വിളിച്ചിരുത്തുമെന്ന് ഷാജൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷാജന്റെ ബൗഢ്യമാണ്. ഇനി ഞാനിത് പറയുമ്പോൾ പോലും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാനിത് പറയുമ്പോൾ പോലും എന്റെ വീഡിയോകൾക്ക് താഴെ വന്ന് പോലും ചില ആളുകളൊക്കെ കമന്റ് ചെയ്യാറുണ്ട്, നിങ്ങളും ഷാജനുമായിട്ട് തെറ്റിയോന്ന്. ഞാൻ ഷാജനുമായിട്ട് വ്യക്തിപരമായി യാതൊരു തരത്തിലുള്ള തർക്കമോ ഒരു പ്രശ്നമോ ഒരു കാര്യവും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല
ഷാജൻ തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും അവിടെ ഒന്ന് വീഡിയോ ചെയ്തോളൂ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ യാഥാർത്ഥ്യമാണ്. ഞാൻ ഇവിടെ നിന്ന് ഇതിനു മുമ്പ് എന്റെ ചാനലിൽ വീഡിയോ എടുത്തപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയെ ഷാജൻ എതിർത്തുകൊണ്ടാണ് വീഡിയോ ചെയ്തേക്കുന്നത്. ഏത് വോട്ട് ചോരിയുടെ കാര്യത്തിൽ. അതും ഷാജൻ പറഞ്ഞേക്കുന്നത് വസ്തുതാപരമായി തെറ്റാണ്. ആ വസ്തുതാപരമായ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും അതിൽ അസഹിഷ്ണുത ഉണ്ടെങ്കിൽ കോട്ടയം ഞങ്ങൾ വിചാരിക്കും അത്ര ഉള്ള കാര്യം. അല്ലാതെ നാളെ അതിപ്പോ ഗൗതത്തിനോടാണെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യും, എന്റെ അഭിപ്രായം പറയും. അല്ലാതെ ഗൗതത്തിന്റെ അഭിപ്രായം തന്നെ ഞാൻ പറയണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗഹൃദം എനിക്ക് എന്തില്ല, ആവശ്യമില്ല. അല്ലാതെ വ്യക്തിപരമായോ ഇതിൽ ഒരു കാര്യമില്ല. ഞാൻ ഷാജന്റെ ഇന്ന് ഒരു ചായ പോലും മേടിച്ച് കുടിക്കാത്ത ഒരാളാണ്. ഞാൻ ചെന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം മറ്റു പല കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, അതൊന്നും ഞാൻ വേണ്ടെന്ന് വെച്ച ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് വ്യക്തിപരമായ കാര്യമില്ല. പിന്നെ റിനി അവിടെ കൊണ്ടുവന്ന് റിനി അവിടെ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യമല്ലേ, VD സതീശനും റിനിയുമായിട്ട് വലിയ ബന്ധം ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. റിനിയുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുകയാണ് ആര്? VD സതീശൻ. അങ്ങനെ കേക്ക് മുറിച്ചത് കൊണ്ട് മറ്റു ചില ചാനലുകളൊക്കെ ഇരുന്ന് കേക്കച്ചൻ എന്ന് വിളിച്ചുകൊണ്ടാണ് ആര്? VD സതീശന് പോലും ഇല്ലാത്ത വിഷമം ഇവർക്കൊക്കെ എന്തിനാ? അല്ല, ഇവർക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുകൂലികൾക്ക് ഒരു വിഷമം തോന്നി. ആ വിഷമമാണ് സത്യത്തിൽ ഷാജനൊക്കെ ഉള്ളത്. ഗൗതം രാഹുൽ മാങ്കൂട്ടത്തിലാണോ കോൺഗ്രസ്? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് പുറത്താക്കിയതാണ് ഈ VD ഇനി ഏറ്റവും വലിയൊരു തമാശ കൂടി ഉണ്ടല്ലോ. എന്താണ് അതുണ്ടായിരുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്ത ആരാണ്? VD സതീശനാണ്. ആ VD സതീശനെ ജനം തോപ്പിക്കണ്ടെങ്കിൽ VD സതീശനെ ജനം തോപ്പിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലാണ് സൈബർ സ്പേസിൽ വലിയ അപ്രഭാവിത്വം എന്നൊക്കെയുള്ള പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇപ്പൊ എന്താണ് കാണുന്നതെന്ന് അറിയോ? ഇപ്പൊ എന്താ സംഭവം എന്നറിയാം? ഷാഫി പറമ്പിലൊക്കെ ചീത്തയോട് ചീത്തയാണ്. എന്തിന്? VD സതീശനെ അനുകൂലിക്കാത്തേ. അതായത് ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്നാണ് മറ്റേ ബർത്ത്ഡേ ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന ഇതൊക്കെ മാറാനൊന്നും അധികം സമയം വേണ്ട. ഈ സോഷ്യൽ മീഡിയയിലെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിലെ രാജന് പോലും ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് പറയുന്നവരുണ്ട്, ലീഗ് ആണെന്ന് പറയുന്നവരുണ്ട്, പൊളിറ്റിക്കൽ ഇസ്ലാമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കെന്ന് പറയുന്നവരുണ്ട്. മാങ്കൂട്ടത്തിലെ പിന്തുണക്കുന്നവർ ഇവരൊന്നുമല്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെറിയൊരു സഹായി എന്നാണ് മറ്റേ സ്ത്രീകളെ പരിചയപ്പെട്ട് അവരുടെ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി വീണ്ടും അവരുടെ നിന്ന് പണം തട്ടുന്നതിന് ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി പറമ്പിലേക്ക് അനുയായിയാണ്. പിന്നെ പ്രശോഭ് വത്സൻ എന്ന് പറയുന്ന ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇതിനൊക്കെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഒരൊറ്റ കാര്യമുള്ളൂ. മാങ്കൂട്ടത്തിലെയും ഷാഫിയുടെ ഒക്കെ കീഴിലുള്ള നിരവധി ആളുകൾ സൈബർ സ്പേസിൽ ഉണ്ടായിരുന്നു. അതായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ അവരുടെ ഏറ്റവും വലിയ ബലം. ആ ബലം ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം ഇത് കൊണ്ടു നടക്കൽ ഇനി പഴയ പോലെ എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒന്ന്. രണ്ടാമത്തത്, ഇതിനേക്കാൾ ഗംഭീരമായ ആ പണി ചെയ്യാൻ പഠിക്കുന്ന ടീമുകളെ വാർത്തെടുക്കുന്നതിൽ കോൺഗ്രസും VD സതീശനും ഒക്കെ വിജയിച്ചു. അത്രേ ഉള്ള കാര്യം. പിന്നെ ഇതിനകത്തുള്ള ആദ്യ അവസാനം വരെയുള്ള ഒരു കാര്യം എന്താണ്? ഇപ്പൊ ഷാജന്റെ കേസിൽ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ ഷാജന് ഏറ്റവും ആദ്യം പറയുന്നത് ഇത് മറ്റേ ദേശാഭിമാനിൽ ഒരു വാർത്ത വരുന്നു. ദേശാഭിമാനിൽ വരുന്ന വാർത്ത കൃത്യമായി സ്പെസിഫിക് അല്ലാത്തൊരു വാർത്തയാണ്. മുക്കും മൂലയൊക്കെ ഒരു 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 എന്താ പറയുക, ഒരു പുകപടലം സൃഷ്ടിക്കുന്നതിനുള്ള വാർത്തയാണ്. കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ തന്നെ ഷാജന്റെ വീഡിയോ ഞാൻ അന്ന് മുതൽ ഷാജൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നതാണ്. ഷാജൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തൊരു വാർത്ത ആര് കൊടുത്തു എന്നാണ്? ഈ പറയുന്ന ഇത് കൊടുത്തു എന്നാണ്. നേരത്തെ ഗൗതമൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് പിന്നീട് ഏതാണ്ട് ഇത് സ്പെസിഫിക് ആണെന്ന് തോന്നുന്ന ഈ MLA തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാർത്ത കൊടുത്തത്. പേര് പറയാൻ പ്രശ്നമില്ല, കൊടുത്ത്. ആ കൊടുത്തതിന് ശേഷം പോലും ഷാജൻ പറയുന്ന അങ്ങനെ ഒരു വാർത്ത ഇല്ലെന്ന് പറഞ്ഞ് പിന്നെയും വീഡിയോ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോ ആ വാർത്ത പൊട്ടി പുറത്തേക്ക് വന്നു. അപ്പൊ പുറത്തേക്ക് വന്നപ്പോ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീഡിയോ ചെയ്തു. പിന്നെ ലാസ്റ്റ് ഇങ്ങനൊരു പെൺകുട്ടി ഇല്ല എന്ന് പറഞ്ഞ് ഷാജൻ വീഡിയോ ചെയ്തു. അപ്പോഴാണ് നമ്മുടെ ലക്ഷ്മി പത്മ എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനൊരു പെൺകുട്ടി ഉണ്ട്, ഞാൻ പോയി കണ്ടു എന്ന് പറഞ്ഞ് എന്ത് ചെയ്ത് വീഡിയോ ചെയ്തു. ഇത്തരത്തിലുള്ള നരേറ്റീവ്. അപ്പൊ ഇതിൽ ഏറ്റവും ഒടുവിൽ പിന്നെ ഇടയ്ക്ക് വെച്ച് ഷാജൻ മാറുന്നുണ്ട്. ഷാജൻ പറയുന്നത് ഇല്ല, ഈ രാഹുൽ മാങ്കൂട്ട സ്ത്രീലമ്പടനാണ്, എന്താണെങ്കിലും വൃത്തിട്ടവനാണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെയും മാറുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രശ്നം ഈ ഞാൻ പറഞ്ഞ ഷാജന്റെ പേസിന് മാത്രമല്ല, ഇപ്പൊ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഷാജനെ പറഞ്ഞു എന്നേ അതുള്ളൂ. ഇതുപോലെ ഉള്ളൊരു നരേറ്റീവ് ബിൽഡിംഗ് എന്ത് ചെയ്തു, അതിൽ നടന്നു. ആ നടന്നതിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ അവരുടെ ഫൈറ്റാണ് റിനി ജാൻ ജോർജിനെതിരെ ഈ സംഭവത്തിൽ പോലും നടക്കുന്നത്. അത്രയുള്ള ഇതിന്റെ കാര്യം. അതായത് റിനി ആൻ ജോർജിന് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. അത് VD സതീശൻ എന്ത് ചെയ്യുന്നതിനെ ചേർത്ത് നിർത്തുന്നതിന് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. VD സതീശനെ ചതിക്കും റിനി ആൻ ജോർജ് എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. എന്തൊരു അസംബന്ധമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തൊരു അസംബന്ധമാണ്. ഗൗതം ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഈ രാഷ്ട്രീയമായി ഞാൻ എതിർക്കുന്ന എത്രയോ ആളുകൾ എനിക്ക് ചായ മേടിച്ചേരുകയും അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഫുഡ് തരികയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഗൗതത്തിന് അറിയാം. അല്ല, അത് വേറെ കാര്യമാണ്. ചതിക്കുക എന്ന് പറയുന്നത് ഇപ്പോ ചതിക്കുന്ന ആളുകളുണ്ടല്ലോ.
ചതിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ പോലൊരു മുഖ്യമന്ത്രി, സ്റ്റേറ്റ് പറഞ്ഞ പോലെ വിജിലൻസും അതുപോലെ ബാക്കിയുള്ള വലിയ തോതിൽ അധികാരവും കൈയാളുന്ന ഒരു വി ഡി സതീശനെ ഗൗതത്തിലോ രതീഷ് ചക്രപാണിയോ എന്ന് വിചാരിച്ചാൽ പോലും കൂടെ നിന്ന് വർത്താനം പറഞ്ഞിട്ട് ചതിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നത് എത്ര മൗഢ്യമാണെന്ന് നിങ്ങൾ അങ്ങനെ ചതിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ തന്ത്രത്തിന്റെ പുറത്ത് ഹണി ട്രാപ്പിൽ അകപ്പെട്ടിട്ടുള്ള കുറെ അധികം മുഖ്യമന്ത്രിമാരും നേതാക്കളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ദുർബലതയ്ക്ക് വർത്തമാനമൊന്നും പറയരുത്. അല്ല, ഞാൻ സ്വന്തം മകളെ പോലെ കാണുന്ന ഒരാള് ഹണി ട്രാപ്പിൽ എന്നൊക്കെ പറഞ്ഞ വാചകമൊക്കെ പറയില്ലേ എന്റെ ഗൗതം? അവരുടെ ഫാമിലി ഈ പറയുന്നതുണ്ടല്ലോ, ഞാൻ പറയുന്നത് ആരുടെ വാക്കുകളാ? സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ വാക്കുകളാണ് ഞാൻ സോഷ്യൽ മീഡിയയിലുള്ളത്. കോൺഗ്രസ് പ്രവർത്തകരൊന്നുമല്ല, കോൺഗ്രസ് പ്രവർത്തകരുടെയും ഈ കേരളത്തിന്റെ മഹാഭൂരിപക്ഷം ആളുകളുടെയും പിന്തുണ കിട്ടിയിട്ടുള്ള ഒരാളുടെ പേര് അത് വി ഡി സതീശൻ എന്നാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പല നിലപാടുകളെ എതിർത്തപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ഒരു സ്ലൈറ്റ് എഡ്ജ് കൃത്യമായിട്ട് UDF-നകത്ത് പോലും വി ഡി സതീശന് പിന്തുണ കൂടുതലാണ് എന്നുള്ളത് പറഞ്ഞതാണെന്ന് ഗൗതം വളരെ ആവേശത്തോടെ അത് കേട്ട ഒരാളാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, അത്തരത്തിലുള്ള പിന്തുണ കൂടുതലുള്ള ഒരാളാണ് വി ഡി സതീശൻ. വി ഡി സതീശനെ പോലൊരാള് ഒരു 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 അദ്ദേഹത്തിന്റെ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് എല്ലാവരുടെയും കൂടെ ഒരാൾ വന്നു എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അവരോടൊപ്പം നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടോ ഒന്നും ഈ പറയുന്ന ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. ഇതെല്ലാം വെറുതെ വി ഡി സതീശനെ പോലെയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള പാവം പിടിച്ച സൈബർ പോരാളികൾ, പെയ്ഡ് ആയിട്ടുള്ള ആളുകൾ, അവരിരുന്ന് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നതാണ് ഇപ്പൊ ചെലുത്തുന്നൊരു പണിയാണ്, അല്ലാതെ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. അല്ലേ? ഇപ്പൊ നാളെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചതിയുടെ കാര്യമാണല്ലോ, റിനി വരുന്ന ഒരു ദിവസം ഒരു മാധ്യമത്തിന് മുമ്പിലായ വന്നിട്ട് പറയുന്നു, റിനി എന്താണ് വി ഡി സതീശൻ എന്നെ എന്താണ് ഉമ്മൻചാണ്ടിക്കെതിരെയൊക്കെ എന്തായിരുന്നു ആരോപണം, ആ രീതിയിൽ വന്നിട്ട് ഒരു ആരോപണം നടത്തി കഴിഞ്ഞാൽ മാധ്യമം ഏറ്റെടുക്കുകയോ ഇല്ലയോ? അത് നാളെ ആരെക്കുറിച്ചും പറയാൻ പാടില്ല. അത് നാളെ അങ്ങനെയൊന്നും ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ് പറഞ്ഞതിന്റെ ദുസ്സൂചന സ്നേഹം കൊണ്ട് ഈ തരികളെ പണി നിർത്ത്. താങ്കൾക്കെതിരെ പറയുമ്പോ താങ്കൾ തരികയാണ്. അല്ല, ഞാനൊരു സതീശന്റെ കൊച്ചുപോല ഞാൻ അതിനുള്ള സാധ്യതയില്ല. പറയുന്നതിന് കുഴപ്പമൊന്നും പറഞ്ഞുതരാം. റിനി ആൻഡ് ഫിലിപ്പ് ഇങ്ങനെയൊക്കെ ചെയ്തേക്കാം എന്ന് പറയുന്ന ഒരു ദുസ്സൂചനയാണ് താങ്കൾ ചെയ്യണം. റിനി ആൻഡ് ഫിലിപ്പ് ഇന്ന് വരെ ഒരാൾക്കെതിരെ ഒരു തെറ്റായ ആരോപണം ഉന്നയിച്ചു എന്ന് പറയുന്ന പരാതി നമ്മുടെ സമൂഹ മധ്യത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഗൗതം മനസ്സിലാക്കേണ്ട, നാളെ ഗൗതവുമായിട്ടോ ഈ ഓഫീസിൽ ആരെങ്കിലുമായിട്ടോ വി ഡി സതീശനൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പെൺകുട്ടി ഇങ്ങനെ ചെയ്തേക്കാമെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ഇങ്ങനെ ചെയ്യാമെന്ന് പറയുന്ന ദുസ്സൂചനയാണ് കൊടുക്കുന്നത്. അത് കൊടുക്കരുത്. കാരണം റിനി ആ ദുസ്സൂചന കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ചരിത്രത്തിൽ അങ്ങനെയുള്ള പെൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ശരി, റിനി ചെയ്യില്ലായിരിക്കാം, പക്ഷെ റിനിക്ക് അങ്ങനെയുള്ള തെറ്റായ ഇത് റിനി ആദ്യം പറഞ്ഞെന്താ? റിനി ആദ്യം പറഞ്ഞത് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ മുൻകൂട്ടി നേരത്തെ തന്നെ സതീശനടക്കമുള്ള ആളുകൾ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഈ രണ്ട് കാര്യവും സമൂഹ മധ്യത്തിൽ ശരിയായിരുന്നു എന്ന് മാത്രമല്ല, ഈ ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുള്ള നിരവധി പെൺകുട്ടികളുടെ പരാതികൾ കൂടി പുറത്തേക്ക് വന്നു എന്ന് പറയുന്നത് യാഥാർത്ഥ്യം കാണാതെ പോരുത്. അതിനുള്ള ധൈര്യം കാണിച്ച ഒരാളാണ് റിനി ആൻഡ് ഫിലിപ്പ് എന്നുള്ളത് പറഞ്ഞു പോരുത്. ഇനി താങ്കൾക്ക് വി ഡി സതീശനെ കുറിച്ച് വിശ്വാസമില്ലെങ്കിൽ വേണമെങ്കിൽ പൊതുവായിട്ട് നമുക്ക് അത്തരത്തിലുള്ളൊരു ഈ പറയുന്ന പോലെ ഉപദേശം വേണമെങ്കിൽ ഗൗതം കൃഷ്ണ വി ഡി സതീശന് കൊടുത്തോളൂ. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെയുള്ള പലരും കൂടെ വന്ന് നിന്നാൽ നാളെ ഇതുപോലെ ആരോപണം വരാം, അത് ആർക്കും എതിരെ വരാം. പക്ഷെ അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ ആർക്കുണ്ട്? ഈ പറയുന്ന പോലെ വി ഡി സതീശനുണ്ട് എന്നുള്ളത് നമ്മൾ ഏറ്റവും കുറഞ്ഞ പക്ഷം അതെങ്കിലും എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. പിന്നെ ഈ ചാനലിൽ ഇതേ ഫ്ലോറിൽ നിന്ന് ഗൗതം കൃഷ്ണ പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്. അതായത് രാഹുൽ പിണറായിക്ക് 10,000 ലൈക്സ്, രാഹുൽ മാങ്കൂട്ടത്തിന് 56,000 ലൈക്സ്. അപ്പൊ ആർക്കാണ് പിന്തുണയെന്ന്? പിന്തുണ കൂടുതൽ എന്റെ പൊന്നു സുഹൃത്തെ ഇപ്പൊ വി ഡി സതീശനും UDF-നും പിന്തുണയുണ്ട്. 1,50,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. 80 ലക്ഷം വോട്ട് കിട്ടിയ പിണറായി വിജയൻ എന്നെക്കാളും താങ്കളെക്കാളും ഒക്കെ വലിയ പിന്തുണയുള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ വേണം പിന്തുണ കണക്കൂട്ടാൻ. അല്ലാതെ പെയ്ഡായി നല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ പോലെ 1 കോടി രൂപയും ഈ പറഞ്ഞ പോലെ എന്താണ് ഫേക്ക് അക്കൗണ്ടുകളും ഉണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഷ്യൽ മീഡിയ സ്പേസ് ആണ് കേരളത്തിൽ എന്ന് പറയുന്നത് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ പിന്നിൽ തങ്ങൾക്ക് പാസ് കിട്ടാതെ റിനിക്ക് പാസ് കിട്ടിയതിന്റെ കൊതിക്കറിവാണ്. പ്ലസ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ സപ്പോർട്ട് ഉണ്ടെന്ന് വരുത്താനുള്ള ചില പെയ്ഡ് പ്രൊമോഷനുകളുമാണ്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യമില്ല. യഥാർത്ഥത്തിൽ വി ഡി സതീശൻ രാഷ്ട്രീയം നോക്കാതെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പരിചയമുള്ള ആളുകളെയൊക്കെ തന്നെ ഇതിലേക്ക് ക്ഷണിക്കുകയും ഗോവിന്ദൻ മാഷിനെയും എന്റെ ബിഗ് ബ്രദർ ആണ് എന്നാണ് പറഞ്ഞേക്കണ ആരെ കുറിച്ച്? രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച്. ആ രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ച് ഫ്രണ്ട് സീറ്റിൽ എഴുതി, ശരിക്കും ഗോവിന്ദ മാഷ് വിളിച്ച് 2ാമത്തെ നിരയിൽ എഴുതിയത്. അപ്പൊ ഇത്തരത്തിലേക്ക് ഇരുത്തുകയും പരിപാടി ശരിക്കും ഒരു പാസ് കൊടുക്കേണ്ടതായിരുന്നില്ലേ? ഒരു പാസ് കൊടുത്തല്ലോ.
അല്ല അങ്ങനെ കൊടുത്തു, കൊടുത്ത് ചോദിച്ചിട്ടല്ലേ കൊടുത്തത്. ഒരു ശരി അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നതിന് തുല്യല്ലേ വിളിച്ച് ചോദിച്ചിട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ അങ്ങോട്ടേക്ക് വിളിച്ച് ഇതാ ഷാജൻ സക്രീൻ, പ്രിയപ്പെട്ട ഷാജൻ സക്രീൻ, നിങ്ങൾക്കൊരു പാസ് ഉണ്ട്. കാരണം എന്തുകൊണ്ടാ, എന്തിനാ ഇത്രയും കാലം കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിച്ച അധികാരത്തിലേക്ക് കൊണ്ടുവരാനല്ല ഷാജൻ പരിശ്രമിച്ചത്. തെറ്റാണത്, തെറ്റാണ്. കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ ഷാജൻ പരിശ്രമിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ കോൺഗ്രസ് അത് തുറന്ന് കേരളത്തോട് പറയണം. ഷാജൻ ഇത്രയും കാലം പരിശ്രമിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ BJPക്ക് ഇവിടെ സീറ്റുകൾ കൂടാനും പ്രോ സംഘപരിവാറായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഷാജൻ എന്ന് പറയുന്നത്. അതിൽ ഷാജൻ അതിൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഷാജൻ ഇത്തവണ പോലും പറഞ്ഞത് BJPക്കാർ സഭയിൽ ഉണ്ടാകണം എന്ന് വിചാരിച്ചതാണ്. ഞാൻ ചോദിക്കുന്നത്, 10 കോൺഗ്രസ്സുകാർ ജയിക്കണമെന്ന് ആഗ്രഹിക്കുകയും 5 BJPക്കാർ ജയിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളെ പോലും പാസ് കൊടുത്തുകൊണ്ട് അതിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കോൺഗ്രസിന്റെ ഒരു നിലപാടില്ലായ്മയും മര്യാദകേടുമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പകരം നേരെ കോൺഗ്രസിനെ എതിർക്കുന്ന ഒരാളെ പോലും അതിനകത്തേക്ക് വിളിക്കുന്നതിൽ തെറ്റില്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതിനുമപ്പുറത്തേക്ക് കോൺഗ്രസും BJPയും അല്ലാതെ നിൽക്കുന്ന രണ്ടുപേർക്കും ഒരുപോലെ വിജയം ഉണ്ടാകണമെന്ന് വിചാരിക്കുന്ന ഒരാൾ വിളിക്കുന്നതിൽ സ്കറിയെ പോലുള്ള ഒരാള് കോൺഗ്രസ് വിളിച്ചിട്ട് അവിടെ ഫ്രണ്ട് റോൾ ഉണ്ടെന്ന് വിചാരിക്കുക, എന്താ ഈ നാട്ടിലെ ലീഗുകാർ പറയാ, ഈ നാട്ടിലെ ജമാഅത്തുകാർ എന്താ പറയാ, എന്താ പറയാ അവര് പറയാൻ പോണൊക്കെ സത്യമാണ്. അതുകൊണ്ട് പറഞ്ഞു ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരും മുസ്ലിംകാരും നിങ്ങൾ വിട്. എന്താ രാഹുൽ ഗാന്ധി പറയുന്നു? രാഹുൽ ഗാന്ധിക്ക് ഇതിന്റെ തർജ്ജിമ എടുത്ത് അയച്ചു കൊടുക്കട്ടെ. ഞാൻ ഷാജനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം വോട്ട് ചോരിയുടെ ഏറ്റവും ആദ്യത്തെ പത്രസമ്മേളനവും അതുപോലെ തന്നെ പ്രസ് മീറ്റ് നടത്തിയിട്ട് രാഹുൽ ഗാന്ധി വരുമ്പോ രാഹുൽ ഗാന്ധി പറയുന്നത് മുഴുവൻ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് BJP സംഘപരിവാർ ഉയർത്തുന്ന അതേ വാദഗതികൾ ഉയർത്തുകയും BJPക്ക് വേണ്ടി ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള നിരവധി ആളുകളെ ഒരു ഐക്കണാക്കി ഉയർത്തുകയും ചെയ്തിട്ടുള്ള ഒരാളുടെ പേരാണ് ഷാജൻ. അതുകൊണ്ട് രാഷ്ട്രീയമായ നിലപാടിന്റെ പേരിൽ അങ്ങനെ ഒരു പാസ് കൊടുക്കേണ്ടതാണ് എന്നൊന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. സത്യത്തിൽ അങ്ങനെ പാസ് കൊടുക്കണമെങ്കിൽ പാസ് കൊടുക്കാൻ കഴിയുന്ന നിരവധി ആളുകളിൽ ഒരാളാണ് നന്ദകുമാർ എന്ന് പറയുന്നത്. അത് പാസ് കൊടുത്താൽ തെറ്റില്ല. കാരണം എന്താ, ഒരു ലോങ് ടൈം മെസ്സേജ് ആണ് കൊടുക്കുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ മറ്റേ ABCക്കും ഈ പറഞ്ഞ പോലെ മറുനാടിനൊക്കെ മെസ്സേജ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി കർമ്മക്കും എന്ത് ചെയ്യാം, മറ്റേ TG മോഹൻദാസിനൊക്കെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, നാളെ ഒരു കാര്യം ചെയ്യാം, സംഘപരിവാരം ഞങ്ങളൊക്കെ ഒന്നാണെന്ന് തെളിയിക്കാം. ഇപ്പൊ തന്നെ ആളുകൾക്ക് ആ സംശയമുണ്ട്. കാരണം എന്താ, ഷാജൻ തെരഞ്ഞെടുപ്പ് വരുമ്പോ കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യും, അതേസമയം തന്നെ BJPനെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ആളുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ് ഷാജൻ സക്രിയ എന്നുള്ളത്, കോൺഗ്രസ് ആണോ അതോ BJP ആണോ? ഇതിപ്പോ BJP ഇപ്പൊ പല സംഘപരിവാർ ആളുകളും ഇപ്പൊ ഈ ഒരു നെറേറ്റീവില് പല വീഡിയോകളും അല്ലെങ്കിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. സംഘികളെ നിങ്ങളെ പറ്റുകയാണ് ഷാജൻ സക്രിയ, അദ്ദേഹം യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരനാണ്. ഞാൻ ഷാജൻ സക്രിയ ആരാണെന്നുള്ള ചർച്ചയിലേക്കൊന്നും ഞാനില്ല. കാരണം അത്രമാത്രം ഒന്നും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരാളല്ല ഷാജൻ. ഞാനത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം ഒറ്റ വാചകത്തിലാണ് അവസാനിപ്പിക്കാം. വളരെ സിമ്പിളാണ്. ഷാജൻ വിചാരിക്കുന്നത് ഇവിടെ BJP അധികാരത്തിലേക്ക് വരണം, ശോഭാ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയാണോ എന്നൊക്കെയുള്ള ആഗ്രഹത്തിനൊന്നും തെറ്റില്ല. പക്ഷെ തൽക്കാലം അത് നടക്കണമെന്ന് വിചാരിച്ചിരുന്നാൽ ഷാജൻ അറിയാം പിണറായി ഭരണം തന്നെ തുടരുമെന്ന്. അപ്പൊ അതുകൊണ്ട് ഷാജന്റെ വേറെ ബുദ്ധിമുട്ടുകൊണ്ട് ഷാജൻ എന്ത് ചെയ്യുന്നു, പിണറായി വിജയനെ തൽക്കാലം താഴെ ഇറക്കാനായിട്ട് ആരെ സപ്പോർട്ട് ചെയ്തു, VD സതീശനെ സപ്പോർട്ട് ചെയ്തു. പിന്നെ ഷാജന്റെ സപ്പോർട്ടുകളും വളരെ ലിമിറ്റഡ് പീരീഡിലേക്കുള്ള ഓഫറാണ്. കാരണം ആദ്യം VD സതീശൻ സപ്പോർട്ട് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഷാജൻ തന്നെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, VD തേഞ്ഞു, KC മുഖ്യമന്ത്രി. ഞാൻ അതിൽ ഷാജൻ സക്രിയെ കുറ്റം പറയുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ, പിണറായി വിരുദ്ധർക്ക് ഇടയിൽ ഒരുപാട് UDFകാരും ഉണ്ട്, BJPക്കാരും ഉണ്ട്. ഇതേ പിണറായി വിരുദ്ധരായിട്ടുള്ള ഒരാള് നരേന്ദ്രമോദിയും ചീത്ത വിളിക്കുകയാണ്. ആരെങ്കിലും വീഡിയോ കാണുമോ? ഈ BJPക്കാർ വീഡിയോ കാണുമോ? ഞാൻ പിണറായിയും ചീത്ത വിളിക്കുന്നു, അതേ അളവിൽ ഞാൻ നരേന്ദ്രമോദിയും ചീത്ത വിളിക്കുന്നു, രാഹുൽ ഗാന്ധിയും ചീത്ത വിളിക്കുന്നു. ആരെങ്കിലും എന്റെ വീഡിയോ കാണും? നിങ്ങൾ ഈ പറയുന്ന കാര്യം ഇപ്പൊ ഗൗതം പറഞ്ഞത് നല്ല കറക്റ്റാണ്. ഗൗതത്തിനോട് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം തോന്നി. ഇപ്പൊ ഇത്രയും ഗ്യാപ്പുള്ളതുകൊണ്ടാണ് കെട്ടിപ്പിടിച്ചെനിക്ക് എന്ത് ചെയ്യണമെന്നുണ്ട്, ആശ്ലേഷിക്കണമെന്നുണ്ട്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഗൗതത്തിന്റെ ഗുണം എന്ന് വെച്ചാൽ വല്ലപ്പോഴും ഒക്കെ വരികൾക്കിടയിലൂടെ സത്യം പറയും എന്നുള്ളതാണ്. ഇതുപോലെ ഷാജനൊക്കെ പറഞ്ഞ് നമുക്കൊരു പരാതിയില്ല. അതായത് എനിക്ക് എന്റെ വീഡിയോ ഒരു ദിവസം 10 ലക്ഷം വ്യൂസ് ഉണ്ടാവണം എന്ന് പറയുന്നത് ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്യണം, അതിനുവേണ്ടി ആ വീഡിയോ ചെയ്യുമെന്ന് പറയുന്നത് തെറ്റില്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു ബിസിനസ് ആയി കൂടി കണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഗൗതം മറ്റതും കൂടി പ്രതീക്ഷിക്കരുതാര്, നിങ്ങളെ മറ്റേ നിലപാടിന്റെ കാവലാളായി കണ്ട് പാസ് തരണമെന്നുള്ളത് കൂടി എന്ത് ചെയ്യരുത്, പ്രതീക്ഷിക്കരുത്. അത്രേ ഉള്ളൂ. നിങ്ങളിപ്പോ ഒരു നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ രതീഷ് ചക്രവാണിയെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയാൽ പിന്നെ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യണം, എന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പാസ് തന്ന് മറ്റേ റോൾസ് റോയ്സ് കാറ് അയച്ച് എന്ത് ചെയ്യണം, വരുത്തിയിട്ട് സ്റ്റേജിൽ കയറ്റി ഇരുത്തണോ എന്നുള്ള കാര്യവും കൂടി ഗൗതം ആഗ്രഹിക്കരുത്.
കാരണം എന്നെ സപ്പോർട്ട് ചെയ്യില്ലല്ലാതെ നിങ്ങൾക്ക് വേറെ വഴിയില്ല എന്നുള്ളത് അവർക്ക് ഇപ്പൊ ഷാജൻ സക്കറിയ BJP-കാരനും അതോടൊപ്പം തന്നെ കോൺഗ്രസുകാരനുമായി തീരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നടുമധ്യത്തിൽ നിൽക്കുന്നത് പിണറായി വിജയനെയാണ്. പിണറായി വിജയനെ ഇവർ രണ്ടുപേരും എതിർക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് ഈ രണ്ട് മുഖവും യഥാർത്ഥത്തിൽ ലഭിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് അദ്ദേഹം ബിസിനസ് ആയിട്ട് ഉപയോഗിക്കുന്നു. അതൊരു കാര്യമില്ല. അല്ല, ഞാൻ പറയുന്നത് അതിലൊന്നും തെറ്റില്ല. ഒറ്റ കാര്യമുള്ളൂ, മാർക്കറ്റിംഗ്. ഒരു കാര്യമുള്ളൂ ഗൗതം, ഇത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ നിഷ്പക്ഷനായി നിൽക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായിട്ടുള്ള ഒരു പണിയാണ് ഈ കേരളത്തിൽ. കാരണം അങ്ങനെ നമ്മൾ എല്ലാത്തിനെയും എതിർക്കുക, തെറ്റ് കണ്ടാൽ സത്യം വിളിച്ചു പറയുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് ചേർന്ന് പിടിച്ചാൽ വലിയ തോതിൽ വ്യൂവർഷിപ്പ് കൂടും, അത് സത്യമാണ്. അതൊക്കെ ചിലപ്പോൾ നാളെ നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ ചെയ്യേണ്ടി വരുമ്പോൾ രതീഷ് ചക്രപാണിക്കും ഗൗതം കൃഷ്ണക്കും ഷാജൻ സ്കറിയക്കും ഒരു ധാരണ വേണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഈ പറയുന്ന പോലെ മറ്റേ സത്യപ്രതിജ്ഞ ചടങ്ങിന് നമ്മളെ വിളിച്ചിട്ട് എന്ത് ചെയ്യും, ഗവർണറുടെ റൈറ്റ് സൈഡിൽ ഇപ്പുറത്ത് ഇരുത്തിയിട്ട് അതിന്റെ തൊട്ടിപ്പുറത്ത് മുഖ്യമന്ത്രി കൂടി ഇരുത്തും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യരുത്, വിചാരിക്കരുത്. എന്തായാലും ഷാജൻ സക്കറിയയുടെ വിഷമം നമ്മളെല്ലാവരും മനസ്സിലാക്കും. തീർച്ചയായിട്ടും ഷാജൻ സക്കറിയയുടെ വിഷമവും റിനിയുടെ സന്തോഷവും ഞാൻ മനസ്സിലാക്കുന്നു. റിനി സന്തോഷകരമായി തുടരട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഷാജൻ സ്കറിയ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ദുഃഖങ്ങൾ മാറട്ടെ എന്നുള്ളത് കൂടി ഞാൻ എന്ത് ചെയ്തു ആഗ്രഹിക്കുന്നു.